രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ എപ്പോഴും ഇങ്ങനെയാണ്. ഇത് ഇനി ഓഫ് ബട്ടൺ ഇല്ല. ചില ദിവസം ഉണ്ടാവും ഇങ്ങനെ രാവിലെ കട്ടണൊക്കെ വലിച്ച് തുറക്കണം, പിന്നെ ഉണ്ടാവും കിടുകിടുക്കിട്ട് നിന്ന് നടക്കണം. ഞാനിങ്ങനെ കണ്ണ് നോക്കുമ്പോൾ ഉണ്ടാവും ക്യാമറ എടുത്തിട്ട് ഇങ്ങനെ ഓടി നടക്കണം. വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. എനിക്കിവിടെ ഡൈപ്പറിട്ട് നടക്കുന്ന കാലം മുതൽ അറിയാം. ഈ ചെടീനോടും ഇതിനൊക്കെ ഒരു കമ്പമുണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെ ചെടി നോക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്നു. ചെടി എക്സ്ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ഹൃദയം എക്സ്ചേഞ്ച് ചെയ്തു. ആരാദ്യം പ്രപ്പോസ് ചെയ്ത്? സുഖമില്ലാത്ത ദിവസമാണ്. ഞാൻ ഉണ്ടാണെങ്കിൽ അമ്മ പറഞ്ഞ വരും. പക്ഷെ പുള്ള് കേട്ടാ എനിക്കറിയാം അങ്ങനെ ചൊറിഞ്ഞ് ഇങ്ങനെ എന്തായിരുന്നു മനുഷ്യൻ ഇങ്ങനെ പ്രഷർ കുക്കർ പോലെ ആക്കും. ഞാനപ്പോ ചിന്തിക്കും എന്തൊന്നും മിണ്ടാത്ത എന്നോട് എന്തെങ്കിലും പറ എന്താണെങ്കിൽ എന്നോട് പറ അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കും പറ. ഇപ്പൊ ഞാൻ ചിക്കൻ കഴിക്കുന്നുണ്ട്. തിയറിറ്റിക്കലി എനിക്ക് നിങ്ങൾ പട്ടി പൊരിച്ചെന്നാൽ ഞാൻ തിന്നും. ലൈഫ് ഇസ് ലൈഫ്. എല്ലാത്തിനും ജീവൻ ഒന്നാണ്. എനിക്ക് ആകാശന്റെ റിയാക്ഷൻ ഹായ് പാമ്പ് അങ്ങനെ തന്നെയാണ് ശരിക്കും. ഓ വാവ്, ഞങ്ങള് വീഡിയോ കാണാറുണ്ട് ഫേസിലെ കൂടെ ഇങ്ങനെ പോണതും. എനിക്കത് ഭയങ്കര ബാക്കിയുള്ളവർക്ക് ഒന്നും കൊടുത്തില്ല. അവരെ ഞാൻ നല്ലോണം നോക്കും. ഞാൻ പട്ടിണി കിടന്നാലും കുഴപ്പമില്ല. ഹായ് ഹലോ നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു ക്യൂട്ട് കപ്പിളാണ് കേട്ടോ. ഇൻസ്റ്റഗ്രാമിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും നിങ്ങളുടെ മനസ്സും എൻ്റെ മനസ്സും കീഴടക്കിയ ആ ക്യൂട്ട് കപ്പിൾ ആരാണ്? അവരെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപ് സമയം ഇപ്പോൾ ഒരു 4:50 ആയി. എങ്കിലും എനിക്ക് അവരെ കാണുമ്പോൾ പറയാൻ തോന്നുന്നത് ഗുഡ് മോർണിംഗ് എന്നാണ്. ആഘോഷ്, സ്വാഗതം. എനിക്കറിയാം ഒത്തിരി പേര് ഈ ഗുഡ് മോർണിംഗ് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. എങ്കിൽ എന്നെ ഒരുപാട് നിങ്ങളല്ലേ പറയാ, എന്നെ ആ ഗുഡ് മോർണിംഗ് ഒന്ന് പറയാൻ പഠിപ്പിക്കും ആ ഒരു എനർജിയില്. അത് ഒരു ഡീപ്പ് ഒരു ബ്രെത്ത് എടുക്കണം. ഓക്കേ, എന്നിട്ട് നമ്മൾ അതെന്താ ആലോചിക്കുന്ന വെച്ചാൽ നമ്മൾ ആ ഗുഡ് മോർണിംഗ് പറയുമ്പോ തന്നെ നമ്മളുടെ നാഡീ ഞരമ്പുകൾ വെലിഞ്ഞു മുറുകിയ ഗുഡ് മോർണിംഗ് എന്ന് പറയണം. ആ ഒരു ഇതിൽ നമുക്ക് ആ ദിവസം മൊത്തം റൺ ചെയ്യാനുള്ള എനർജി കിട്ടണം. ഓക്കേ, ഗുഡൻസ്. എനിക്ക് ഒത്തിരി കമന്റ്സ് ഉണ്ടല്ലോ, ഈ കുട്ടിക്ക് ഇതിന് മാത്രം എനർജി എവിടെ നിന്ന് കിട്ടുന്നു എന്നാണ്. എന്താണ് ഇതിനു വേണ്ടി പ്രത്യേകം മരുന്നോ ഭക്ഷണമോ കഴിക്കുന്നുണ്ടോ? റബ്ബർ പാല് കുടിക്കാറുണ്ട് ഡോസ് വെച്ച് 2 നേരം. കാനഡയിൽ അതൊക്കെ കിട്ടുമല്ലേ? ശരിക്കും ഇത്ര എനർജി ഉണ്ടോ ആൾക്ക്? എപ്പോഴും 24 മണിക്കൂർ. രാത്രി ഉറങ്ങുമ്പോഴേക്ക് പെട്ടെന്ന് രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ. ശരിയാ, യോഗ ചെയ്യണു, വീഡിയോ കോണ്ടന്റ് ചെയ്യുന്നു, വർക്ക് ചെയ്യണു, മൾട്ടി ടാലന്റ് ആയിട്ടുള്ള ആളാണ്. വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. പേടിയോ? അതൊരു അസുഖ. ഡോക്ടറെ കാണിച്ചായിരുന്നു. ഞാനൊരു സൈക്കോളജിസ്റ്റ് ആവാൻ പോകുന്ന കുട്ടിയല്ലേ. അപ്പൊ ഞാൻ എന്നത്തിന് ചില സമയം സെൽഫ് അനാലിസിസ് ചെയ്യുമ്പോ എനിക്ക് തന്നെ തോന്നാറുണ്ട് എനിക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറയാം. എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഒരു സെക്കൻഡ് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാവും. ഞാൻ എന്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യുന്നില്ല എന്നെല്ലാം തോന്നിപ്പോവും. എപ്പോഴും എന്തെങ്കിലും അത് ചെയ്തോണ്ടിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ടാസ്ക് ഞാനിപ്പോ ഒരു 5 മിനിറ്റ് ടൈം തരാണ്. ഞാൻ ചോദ്യം ഒന്നും ചോദിക്കില്ല, വെറുതെ ഒന്നിരിക്കാം. ഓക്കെ, ഫോണൊന്നും നോക്കരുത്. അടങ്ങിയിരിക്കണോ? 5 മിനിറ്റ് എനിക്ക് പറ്റും. 5 മിനിറ്റ്. യുവർ ടൈം സ്റ്റാർട്ട് നൗ. വൃത്തികെട്ട അസൈൻമെന്റ് ആയി പോയി. അപ്പൊ എന്താ ഒന്നും അനങ്ങറ് സംസാരിക്കരുത്, അതാ അസൈൻമെന്റ്. ബുദ്ധിമുട്ടാ സത്യം, പറ്റൂല. എന്റെ ബ്രെയിൻ്റെ ഉള്ളിൽ ഭയങ്കര ചാറ്റർ ആയിരിക്കും. കാരണം ഇതുവരെ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് പോയിട്ട് ഒരു സെക്കൻഡ് പോലും നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. ശരിക്കും ഈ എനർജിക്കുള്ള കാരണം എന്താ? കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചെടുത്ത് വെറുതെ ഇരുന്ന് അത്രയും സന്തോഷം എന്ന് പറയുന്ന ആളാ. ഇതെങ്ങനെ പറ്റണം? ഗുഡ് ക്വസ്റ്റ്യൻ. ഉത്തരം അറിഞ്ഞാ ഞാൻ പറഞ്ഞ അതറിയില്ല. അതങ്ങ് വരുന്നതാണ് ആ ഒരു ഫ്ലോയില് വരുന്ന സാധനം. ഞാൻ മനഃപൂർവ്വം ചെയ്യുന്ന ഉണ്ടാക്കി ചെയ്യിപ്പിക്കുന്ന സാധനം ഒന്നല്ല. ഇറ്റ് ജസ്റ്റ് കംസ് വെരി ഓട്ടോമാറ്റിക്കലി, വെരി നാച്ചുറലി. ഇത് തന്നെയാണോ ഏറ്റവും ആകാശം ഇഷ്ടമായ? ആകാശം അതിലും പെടപ്പാന്ന്. അത് ശരി, ഇതിനെക്കാട്ടും 10 times പെടപ്പാണ്. എന്നെ കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ. ഇപ്പൊ 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദ്രജൂടെ നാട്ടിലെത്തിയിരിക്കുകയാണ്. കാനഡയിൽ നിന്ന് നമ്മുടെ തലശ്ശേരിയിൽ എത്തിയിരിക്കുകയാണ്. ഞാനൊക്കെ ഒരു കുറച്ചേരം മാറി വെച്ച് നാട്ടിൽ വരുമ്പോൾ എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ലേ? നിങ്ങൾക്ക് എന്താണ് ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലാത്ത നാട്ടിൽ വരുന്നത്? അത് വിശ്വസിക്കാൻ പറ്റാത്തതാണോ? എക്സൈറ്റ്മെന്റ് ഉണ്ട്, ഇല്ലാന്നൊന്നല്ല. പക്ഷെ എന്തോ നാട് നമ്മളെ നാടല്ലേ, കംഫർട്ടബിൾ ഫീൽ. എനിക്ക് സത്യമായിട്ട് ഞാൻ
ഇവളോട് ഞാൻ പറയുന്നുണ്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ ഇവള് കുറെ കൂടി ഇതായിരുന്നു ഒരു 2 സെക്കൻഡ് നമ്മൾ കൊച്ചിയിൽ ഇറങ്ങുമ്പോൾ പ്ലെയിൻ ടയർ തട്ടുമ്പോൾ ഇവള് കുറച്ച് അയ്യോ ഫ്ലസ്റ്റഡ് എനിക്കിവിടെ ലാൻഡ് ചെയ്തപ്പോ അപ്പത്തേക്ക് എന്റെ ബ്രെയിൻ ആ 2 കൊല്ലത്തെ ബാക്കിൽ എന്നെ പിടിച്ചങ്ങിട്ട് അപ്പൊ ഞാൻ ബാക്ക് ടു ലൈഫ് ഇയർ അതുകൊണ്ട് എനിക്ക് ഐ ഡി ഫീൽ ലൈക്ക് ഐ സ്കിപ്ഡ് എ ബീറ്റ് എന്റെ നെഞ്ചിൽ ഒരു സെക്കൻഡ് മാറിയിട്ടില്ലെന്ന് എനിക്ക് തോന്നിയത് ഇവിടെ വന്നപ്പോ ബാക്ക് ടു ഇതായിരുന്നു നോർമൽ. തലശ്ശേരി നമ്മൾ കുറെ വർഷം ശേഷം നാട്ടിലെത്താൻ വേണ്ടി പോവാ, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ആകെ കുറച്ച് സമയം ഉണ്ടാവും. നാട്ടിൽ വന്നിപ്പോ ആദ്യം ചെയ്തെന്താ, അല്ലെങ്കിൽ ആദ്യം പ്ലാൻ ചെയ്തെന്താ? ഭക്ഷണം കഴിക്കാം. എന്താ കഴിച്ചു? കല്ലുമ്മക്കായ്, ബിരിയാണി, പിന്നെ പീടിയ കാണുന്ന എല്ലാ കടികളും ഇതൊക്കെ തന്നെ. തലശ്ശേരിയിൽ എന്തെല്ലാം കിട്ടുക അതൊക്കെ തന്നെ. അത് ഫുഡ് കഴിക്കാണ് ആദ്യം മനസ്സിലുണ്ടായേ. ഇവിടെ വന്നപ്പോ ഇവിടെ രാത്രിയായിരുന്നു. നമുക്ക് ആദ്യം നമ്മള് നേരെ അൽഫാം വാങ്ങി തന്നു. എന്താ പറയാ, അവിടെ ഫുഡ് കിട്ടും, പക്ഷെ നമ്മളത്ര മസാല ഉപയോഗിക്കൂല. എന്താന്നറിയില്ല, പക്ഷെ ജ്യൂസി ആയിരിക്കും, പക്ഷെ ഫ്ലേവർ പ്രൊഫൈലിൽ വ്യത്യാസമുണ്ട്. ഇവിടെ നാം അങ്ങനെ ജ്യൂസ് കൂടി കുടിച്ചാ സെറ്റാണ്. ഫുഡിയുടെ നാടാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പറയും, നമ്മൾ കണ്ണൂരെ മീറ്റ് ചെയ്ത ഒരു സന്തോഷമുണ്ട്, ആ വൈബ് പെട്ടെന്നായിട്ട് കണക്ട് ആവുന്നുണ്ട്. ശരിക്കും നമ്മളിപ്പം വീഡിയോസിൽ കാണുന്ന ഒരു അപർണയുണ്ട്, ശരിക്കും ഉള്ള അപർണ എങ്ങനെയാ? ഇവിടെ എങ്ങനെ ചെയ്തു? ചിലപ്പോ ഈ റീൽ എന്നൊക്കെ പറഞ്ഞ പോലെ ശരിക്കും നമ്മുടെ ശരിക്കുള്ള ക്യാരക്ടർ പുറത്തേക്ക് കൊണ്ടുവരാറില്ലല്ലോ. അപ്പൊ നമുക്ക് ഡൗട്ട്, ശരിക്കും ഇതാണോ? എപ്പോഴും ഇങ്ങനെയാണ്. ഞാൻ വേണം ബിഹൈൻഡ് എപ്പോഴും ഇങ്ങനെയാണ്. ഇത് ഇനി ഓഫ് ബട്ടൺ ഇല്ല, ഇത് കഷ്ടമാണ്. ഇതിന് കീ ഇട്ട് വിട്ടാ ഇത് അങ്ങനെ തന്നെയാണ്. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. ഒരു സ്ഥലത്ത് ഒരു പേഴ്സണാലിറ്റി, വേറൊരു സ്ഥലത്ത് വേറൊരു പേഴ്സണാലിറ്റി എടുക്കുമ്പോ എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഗിൽട്ട് അടിക്കും. ഞാൻ എന്താ അങ്ങനെ ചെയ്യുന്ന വിചാരിച്ചത്. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും എല്ലാവരുടെ അടുത്തും ഞാൻ ഇങ്ങനെ തന്നെയാണ്. ഒരു ദിവസം എങ്ങനെ ശരിക്കും ആകാശേട്ടൻ പറയൂ, ശരിക്കും നിങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന സമയത്തെ ഇത്രയും ആക്റ്റീവ് ആയിട്ടുള്ള, പറയുന്ന പോലെ ആകാശേട്ടനും ചെറുതൊന്നല്ല എങ്കിലും ഇത്രയും എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള 2 പേരുടെ ഒരു ലൈഫ് എങ്ങനെയാ ശരിക്കും? എന്താന്ന് പറയുക, അധികം പ്ലാൻ ചെയ്യില്ല. ഐ മീൻ ഒരു പരിധി വരെ നമുക്ക് എന്താ ചെയ്യേണ്ടെന്നുള്ള ഒരു ഐഡിയ വേണം, പിന്നെ അതിന്റെ മേലെ പ്ലാനിങ് ചെയ്യരുത്. പിന്നെ അങ്ങനെ രാവിലെ എഴുന്നേക്കുക, എന്നിട്ട് ഇതേപോലെ ഒരൊറ്റ പവറിലെങ്കിൽ രാത്രി വരെ പിന്നെ കിടന്നു ഇതേ ഉള്ളൂ. ഇടക്ക് വേറെ ചിന്തയോ ഇതൊന്നുമില്ല. നിങ്ങൾ പ്ലാനിങ് ചെയ്യില്ല, ആ ഒരു ഫ്ലോയില് പോകും. എന്നുവെച്ചാല് നമ്മളെ ബ്രെയിൻ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെ അമ്മുക്കുട്ട? അതായത് അമ്മുക്കുട്ടാ പറയൂ. അല്ല, പ്ലാൻ ചെയ്യാറില്ല. പ്ലാൻ ചെയ്യാറുണ്ട്, പ്ലാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ എല്ലാ ദിവസവും പ്ലാൻ ചെയ്താൽ എനിക്ക് എന്തോ ഫീൽ ചെയ്യും, ബോറായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ അങ്ങനെ എല്ലാ ദിവസവും ഒന്നും പ്ലാൻ ചെയ്യലൊന്നുമില്ല, ചെയ്യാറില്ല. അത് ആ ഒരു ഇതില് പോവാറുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ചെയ്യണം തോന്നി ഇപ്പൊ ചെയ്യും. അതാണ്. പക്ഷെ നിങ്ങളെ കാണുമ്പോഴേ, നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ ഒത്തിരി പേര് ഇപ്പൊ എനിക്ക് തോന്നിയ ഫീൽ പറയും, ഷോ ഇത് ഒരു കപ്പിൾസ് എല്ലാവരും ഒരു ഫ്രണ്ട്സ് നമ്മള് സംസാരിക്കുക അതുപോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യാം. എനിക്കത് ഇന്നത്തെ കാലത്ത് അത്തരത്തിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവാം, അത് സക്സസ്ഫുള്ളി പോവാ, ടച്ചുണ്ട് കണ്ണു വെക്കരുത്, പോവാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ശരിക്കും നിങ്ങളുടെ ലവ് സ്റ്റോറി ഞങ്ങൾക്ക് അറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. എനിക്കത് നിങ്ങളുടെ ആ ഒരു ഐക്യം കണ്ടിട്ട് എനിക്കത് എങ്ങനെയാണ് നിങ്ങൾ കണ്ടുമുട്ടിയത് എന്ന് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഇവളെ എനിക്ക് ചെറുപ്പം മുതലേ അറിയാം. ഇവള് ഒരേ നാട്ടുകാര്. എന്റെ അച്ഛന്റെ ഇവളുടെ അച്ഛന്റെയും പ്രൊഫഷൻ ഒരേതായിരുന്നു. ചെറുപ്പത്തില് ഞാൻ ഇവളെ കാണലുണ്ട്. എനിക്ക് ഇവിടെ ഡൈപ്പറിട്ട് നടക്കുന്ന കാര്യം. ഇവളുടെ ബ്രദറും ഞാൻ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ ഇവക്ക് തന്നെ പണ്ടേ അതുകൊണ്ട് ഞാൻ ചെറുപ്പത്തില് ആകാശായിട്ടാന്ന് അങ്ങനെയാണ് വിളിക്കുന്നത്. അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഇപ്പോഴും അങ്ങനെ തന്നെ വിളിക്കുന്നത്. പെട്ടെന്ന് ഞാൻ ഫ്ലിപ്പായിട്ട് ഹേ ആകാശ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ വിളിച്ച് ശീലിച്ചതുകൊണ്ട് അത് കേട്ട് എനിക്ക് ശീലമായി. ഇപ്പൊ നാട്ടുകാരെല്ലാം ആകാശായിട്ടാണ് വിളിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ വിളിക്കാനേ തോന്നുന്നു, നമ്മുടെ കണ്ട് കണ്ട് കണ്ടേ എല്ലാരും ഇപ്പൊ അങ്ങനെയാ. പെട്ടെന്ന് ഞാൻ ഈ അടുത്ത് ഒരു പയ്യനോട് എന്നിട്ട് ആകാശേട്ടാ കല്യാണിക്ക് സുഖല്ലേ, ലൈക്ക് അങ്ങനെ വന്ന് പറയാം ആകാശേട്ടൻ. ഈ ആളുകളുടെ ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ, ഈ പറയണേ എവിടെ പോയാലും നമ്മുടെ സ്വന്തം വീട്ടിലെ കുട്ടികളാ, അല്ലെങ്കിൽ നിങ്ങളുടെ പെറ്റൊക്കെ നമ്മുടെതാ, അങ്ങനെ ഒരു ഫീൽ അല്ലേ? അത് ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്. നിങ്ങളെ കാണുമ്പോ ഒരിക്കലും വേറെ
അങ്ങനെ തോന്നാറില്ല, സ്ട്രേഞ്ചേഴ്സിനെ പോലെ തോന്നാറില്ല, നമ്മളെ വീട്ടിലെ ഒരാളെ പോലെയാ തോന്നല്. ഇപ്പം നാട്ടില് വരുന്ന വ്ളോഗ് ഇട്ടപ്പം അതിനകത്ത് ആരോ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളെ വീട്ടിൽ ആരോ നമ്മളെ വീട്ടിലേക്ക് വരുന്ന ഒരു ഫീൽ. അതിനെ നോക്കുമ്പോ ഭയങ്കര സന്തോഷമാണ്. പീപ്പിൾ അത്രയും they really like us in a certain way എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഈ പറയുന്നത് നിങ്ങൾ ചെറുപ്പം മുതലേ രണ്ടുപേർക്ക് അറിയാം, എങ്കിലും ആ ഇഷ്ടം അല്ലെങ്കിൽ പ്രണയം ആയിരുന്നോ, അത് അറേഞ്ച് മാരേജ് ആയിരുന്നോ, ഈ കല്യാണം എങ്ങനെയത് സർപ്രൈസ് ഒരു 0.01% ശരിക്കും എന്താണ് നമ്മള് പ്രേമിച്ചെട്ടി തന്നെയാ. നാളോ കേട്ടോ കോവിഡ് സമയത്തായിരുന്നു. വെറുതെ എന്തായിരുന്നു, ഈ ചെടിയിനോട് മുന്നിലൊക്കെ ഒരു കമ്പൗണ്ട്, അപ്പൊ ഇവളിങ്ങനെ ചെടി നോക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്നു. പിന്നെ നമ്മളിങ്ങനെ സംസാരമായി. പിന്നെ എന്തായിരുന്നു, ചെടി എക്സ്ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ഹൃദയം എക്സ്ചേഞ്ച് ചെയ്തു. അതെ അതെ. എന്നിട്ട് അങ്ങനെ പൂക്കള് പെട്ടെന്ന് എല്ലാം ചടപടേന്നായിരുന്നു. പെട്ടെന്ന് കല്യാണം കഴിച്ചു. എത്ര വർഷം പ്രേമിച്ചു? 1 year പ്രേമിച്ചു. അപ്പൊ തന്നെ കല്യാണം കഴിച്ചു. മതിയല്ലോ. ആരാദ്യം പ്രപ്പോസ് ചെയ്ത്? എങ്ങനെയായിരുന്നു പ്രപ്പോസ്? നേരിട്ടാണോ ഫോണാണോ? ട്രഡീഷണൽ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ അതിന് അതേപോലെ ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര നാച്ചുറൽ ആയിരുന്നു, അല്ലാണ്ട് ഒന്നും ബിൽഡപ്പ് ഒന്നും ഉണ്ടായില്ല. കാരണം നേരത്തെ പറഞ്ഞു നമ്മള് വി ലൈക്ക് ഗുഡ് ഫ്രണ്ട്സ്, വി ആർ ഗുഡ് ഫ്രണ്ട്സ്. ഒരു ബന്ധത്തിന്റെ ആഴം കൂടുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് ഇറങ്ങി പോകേണ്ടതെന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ അങ്ങനെയാണ് ഞാൻ എന്തായിരുന്നു നമ്മൾ വി ഡിസൈഡഡ് ടു ബി ടുഗദർ. കേട്ട് പൊന്തി പോകൂലേ ചെയ്യരുത്. ഇതിപ്പോ 2K90s ഇപ്പൊ എല്ലാത്തിനും അവരുണ്ട്. നമുക്ക് അവര് പറയുന്ന വേർഡ്സോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല, അവരുടെ ടേസ്റ്റ് ഭയങ്കര ഡിഫറെന്റ് ആണെന്ന് പറയാറുണ്ട്. പക്ഷെ കപ്പിൾസിൽ വരുമ്പോഴേ എങ്ങനെയുണ്ട് അത്, ആ പ്രോസസ്സിങ് എങ്ങനെയാ? എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ള എന്താ വെച്ചാൽ എന്റെ ചൈൽഡ്ഹുഡിലുള്ള ഇപ്പൊ കാർട്ടൂൺസ് കാര്യങ്ങളെല്ലാം ഇസ് വെരി ഡിഫറെന്റ് ഫ്രം വാട്ട് ഹി എക്സ്പീരിയൻസ്. അപ്പൊ ഞാൻ ചെറുപ്പത്തിൽ കണ്ട കാർട്ടൂൺസ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഓസ്വേൾഡ്, നോഡി, തോമസ് ആൻഡ് ഫ്രണ്ട്സ്, ടോം ആൻഡ് ജെറി ഇതൊക്കെ ഞാൻ അങ്ങനത്തെ കാർട്ടൂൺസ് ആണ് കണ്ടത്. ബട്ട് ഐ തിങ്ക് നമ്മൾ കണ്ട കുറച്ചുകൂടി ഡിഫറെന്റ്. സ്വാട്ട് കാറ്റ്സ്, പവർപഫ് ഗേൾസ്, ഡെക്സ്റ്റേഴ്സ് ലാബ്, ജോണി ബ്രാവോ, ഇത് കാർട്ടൂൺ നെറ്റ്വർക്കിൽ വരണാണ്. പിന്നെ ശക്തിമാൻ, അതൊന്നും കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഡിഫറൻസസ് ഉണ്ടാവാറുണ്ട്. ഡെഫിനറ്റ്ലി ആ ഒരു ജനറേഷണൽ ഗ്യാപ്പ് ഇടയ്ക്ക് ഫീൽ ചെയ്യാറുണ്ട്. ചില കാര്യങ്ങൾ പറയുമ്പോ എനിക്ക് മൂപ്പർ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുകയില്ല, ആ ഒരു ലെവൽ എന്തെന്ന്. എനിക്ക് താഴെ പെങ്ങളുണ്ട്, അതുകൊണ്ട് ഐ എം യൂസ്ഡ് ടു ദിസ്. ഇതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും പോയി പോക്കിമോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതെല്ലാം പോയി കാണാനിരിക്കുമ്പോ എന്റെ സിസ്റ്റർ ഇങ്ങനെ പോയിരുന്ന് TV കളിച്ചോണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ ഇവള് പറയുന്ന ചില നേരത്തെ അമ്മ പറയും, മിണ്ടാണ്ട് അവള് കാണുന്നത് കണ്ടോ അല്ലെ, അവളെ കളിക്കാണ്ടിരിക്കാൻ വേണ്ടി. അപ്പൊ അത് കണ്ട് എനിക്ക് ഇവിടെ പറയുന്നതൊക്കെ എനിക്കറിയാം, പക്ഷെ എനിക്ക് ഞാൻ പറയുന്ന അറിയില്ല. ഇപ്പൊ സംസാരിക്കുന്ന സമയത്ത് പോലും ഞാൻ കുറച്ചു നേരത്തെ മിണ്ടാതിരിക്കാൻ പറയുമ്പോഴത്തേക്ക് ആകർഷട്ടെ ലൈക്ക് ഇങ്ങനെ ഒബ്സർവ് ചെയ്യായിരുന്നു ആളെ, ഫേസിലേക്കാണ് നോക്കുന്നത്. കാമാക്കാൻ പറ്റുള്ള ഒരു ഫേസ് ആണോ അത്? അതോ ഇതോ അങ്ങനെ തോന്നുന്നു. അവളവിടെ കിടന്ന് എന്താന്ന് വെച്ചാൽ കാട്ടും, ഞാൻ എന്താ വെച്ചാൽ എനിക്ക് കാട്ടും. ഞാൻ അവളെ കാമാക്കാൻ പോവാറില്ല, കാരണം അത് പറ്റൂല. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ, ഇത് ഇങ്ങനെ തന്നെ മതി എന്നൊക്കെ. എങ്ങനെയാണോ ഒരു ഇൻഡിവിജ്വൽ അത് തന്നെ അങ്ങനെ ആവുന്നതാണ് നല്ലത് എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ലൈക്ക് ഐ ഷുഡന്റ് ബി ലൈക്ക് ചേഞ്ചിങ് അനദർ പേഴ്സൺ. ശരിയാ, പക്ഷെ ഇത് എപ്പോഴും ഇതുപോലെ തന്നെ പോട്ടെ. കാരണം ആ ഒരു കണക്ഷൻ നമുക്ക് ഇപ്പോഴേ മനസ്സിലാവും. ഒരു വേവ് ലെങ്ത് കറക്റ്റ് ആയിരുന്നു. സോൾമേറ്റ് നിങ്ങൾ തമ്മിലാണ് ഒന്നിക്കേണ്ടതൊക്കെ. ഇപ്പം വീഡിയോസ് ചെയ്ത് തുടങ്ങിയ സമയത്ത് എനിക്കൊന്ന് യൂട്യൂബിൽ കാണും, ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യണേ. യൂട്യൂബിൽ ഇപ്പോഴാണ് കുറച്ച് ആക്റ്റീവായിട്ട് ബ്ലോഗ്സ് ഒക്കെ വരുന്നത്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബ്ലോഗ്സിന് വേണ്ടി കാത്തിരിക്കുക, റീൽസ് ഒക്കെ പറ്റി കൂടെ ഞങ്ങൾക്ക് ബ്ലോഗ്സും കൂടെ വരണേന്ന്. ഈ ഓരോ വീഡിയോസ് ചെയ്യുന്നതിനുള്ള ഒരു പ്രിപ്പറേഷൻ എങ്ങനെ ശരിക്കും? ഉണ്ടാവില്ല, അതൊന്നുമില്ല. വെറുതെ ചില ദിവസം ഉണ്ടാവും ഇങ്ങനെ രാവിലെ ഉറക്കം എഴുന്നേക്കുമ്പോൾ, രാവിലെ എന്നെക്കാട്ടും നേരത്തെ എഴുന്നേക്കുന്നു, ഉണ്ടാവും ഇങ്ങനെ കട്ടനൊക്കെ വലിച്ച് തുറക്കണം. പിന്നെ ഉണ്ടാവും കിടുകിടുക്കിട്ട് നടക്കണം. ഞാനിങ്ങനെ കണ്ണു നോക്കുമ്പോൾ ഉണ്ടാവും ക്യാമറ എടുത്തിട്ട് ഇങ്ങനെ ഓടി കിടക്കണം. തുടർന്ന് രാവിലെ ഇടയ്ക്കൊരു മൂഡ് വരും. ചില ദിവസം പൊതിച്ച് മുടി അവിടെ കിടക്കും. പക്ഷെ ഈവൻ ലൈക്ക് ഞാൻ തലേ ദിവസം കിടന്ന് ഉറങ്ങുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും, നാളെ എന്തോ ഒരു പെർട്ടിക്കുലർ എലമെന്റ് എന്റെ വീഡിയോയിൽ കൊടുക്കുക ടു മേക്ക് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. മേ ബി എന്തെങ്കിലും കുക്ക് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും DIY ചെയ്യാം.
അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് തലയിൽ ചിന്തിച്ച് വെക്കും എന്നല്ലാണ്ട് ഞാൻ ഒരിക്കലും എഴുതി സ്ക്രിപ്റ്റ് ചെയ്ത് ത്രെഡ് പോലെ എന്തെങ്കിലും ആലോചിക്കും എന്നല്ലാണ്ട് ഞാൻ ഒരിക്കലും എഴുതി വെച്ച് ഇങ്ങനെ പറയണം എന്ന് ചെയ്യാറില്ല. ഇനീഷ്യലി ഞാൻ വീഡിയോസ് ചെയ്ത് തുടങ്ങിയ സമയത്ത് അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ദാറ്റ് വാസ് ലൈക്ക് ഞാൻ എഴുതി വെച്ചിട്ട് പറയുന്നതായിരുന്നു. ബട്ട് ലേറ്റർ ഓൺ അത് സ്പോണ്ടേനിയസ് ആയിട്ട് എനിക്ക് വരുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് വന്നു, പ്രാക്ടീസ് വിത്ത് പ്രാക്ടീസ്. അപ്പൊ ആ ഒരു ഡിഫറൻസ് ഒബ്വിയസ്ലി ലൈക്ക് മനസ്സിലാവും. അപ്പൊ ഇപ്പൊ അങ്ങനെ വ്യത്യാസം അങ്ങനെ ചെയ്യും. പക്ഷെ എനിക്ക് എത്ര പേർക്ക് ചിലർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് അപർണസ് ഇത് ഭയങ്കര ലക്കാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം, അതേ ഞാൻ ചെയ്യൂ, അതാണ് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ. ഇന്ന് +2 കഴിഞ്ഞ സമയത്ത് മെഡിക്കലി എന്തോ കോഴ്സ് ചെയ്യാൻ വേണ്ടി പോയിട്ട് റിപ്പീറ്റ് ചെയ്തത്. യെസ്, അതിനുശേഷം അതല്ല എനിക്ക് ഇതാണ് വേണ്ടതെന്ന് പ്ലാൻ ചെയ്ത് പോവാ. അതിന്റെ വലിയ ഒരു കാരണം ഇസ് ദിസ് പേഴ്സൺ. ബിക്കോസ് എനിക്ക് ഐ വാസ് വെരി സ്കേർഡ്. കാരണം അത്രയും കാലം മെഡിസിൻ വിചാരിച്ചിട്ട് അത് കിട്ടിയില്ല. നൗ വാട്ട്? അപ്പം ദാറ്റ് വാസ് ലൈക്ക് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ ടു ഇമാജിൻ. അങ്ങനെ വേറൊരു ഇഷ്ടമല്ലായിരുന്നു, അത് മെയിൻ കാരണം. അപ്പാർട്ട് ഫ്രം ദാറ്റ് എനിക്ക് പേടിയായിരുന്നു ആ ഒരു പ്രൊഫഷൻ അല്ലാണ്ട് വേറെ എന്ത് ഞാൻ ചൂസ് ചെയ്യും, ഞാൻ ഫെയിലിയർ ആയി പോവോ. ലൈക്ക് ഇപ്പൊ ഞാൻ ഭയങ്കര സക്സസ്ഫുൾ ആയി എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ബട്ട് ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എപ്പോ എന്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചത്, വളരെ സിമ്പിൾ ആയിട്ട് ചിന്തിപ്പിച്ച വ്യക്തി മൂപ്പറാണ്. അപ്പൊ ഹി വാസ് ദാറ്റ് വൺ പേഴ്സൺ ഹു ആക്ച്വലി ടോൾഡ് മീ ദാറ്റ് നിനക്ക് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താലും യു ക്യാൻ ഡു സംതിങ് ഇൻ ലൈഫ്, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മെഡിസിൻ. കാരണം നമ്മൾ രണ്ടാളും ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് വരുന്നത്. അപ്പോ നമ്മളുടെ ചുറ്റുമുള്ള എല്ലാവരും ഇപ്പൊ ഡോക്ടറിന്റെ മക്കളാണെങ്കിൽ ഡോക്ടർ ആയിരിക്കും. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. അപ്പം ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ ടു come outside of that box. മൂപ്പറാണ് എന്റെ സോൾ റീസൺ ഫോർ മീ ടു ജസ്റ്റ് ലൈക്ക് കം ഔട്ട്. നിങ്ങൾ ഇത്രയും മേഡ് ഫോർ ഈച്ചർ ആയിട്ടുള്ള ഒരാളെ കാണുമ്പോൾ എനിക്ക് എന്തായാലും 2-3 ചോദ്യങ്ങൾ ചോദിക്കാൻ തോന്നും. മേഡ് ഫോർ ഈച്ചർ ഒരു ഗെയിം കളിച്ചാലും ഓക്കെ, സത്യസന്ധമായിട്ട് കളിക്കാം. ഞങ്ങൾ 100% സത്യസന്ധമായിട്ടുള്ള ആൾക്കാരാണ്, കാണുമ്പോൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപർണയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണോ? പക്ഷെ ഇത് എവിടെയെങ്കിലും എഴുതിപ്പിക്കണം തോന്നുന്നു, അല്ലെങ്കിൽ ഇവര് എഴുതിപ്പിച്ചാലും സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആകാശേട്ടന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം, ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം, അത് എവിടെ പോലും ഞാൻ പറയും പാത്രം കഴുകുന്നതെന്ന്. ഇങ്ങനെ വീട്ടിലെ ജോലികളൊക്കെ 50-50 അല്ല, വീട്ടിൽ ഓക്കെ. പക്ഷെ ആകാശന്റെ പാത്രം കഴിക്കുന്നതെന്ന് വെച്ചാൽ എന്തോ ഒരു അലർജി പോലെയാണ്, ഇഷ്ടമല്ല. ഇവിടെ നിന്ന് കഴുകുവേ, ഇവിടെ നിന്നാണ് നമ്മൾ പൈപ്പ് തുറന്നു വിടുമ്പോ ലൂക്കോം വാട്ടറാണ്, നല്ല ഇളം ചൂട്, ഐ മീൻ തണുപ്പല്ല. അവിടെ പൈപ്പ് തുറക്കുമ്പോ ഇങ്ങനെ മൈനസ് ഇങ്ങനെ തണുത്തുള്ളൂ, ഐസുള്ളൂ, അതിരുന്ന് പാത്രം കഴുകുക ഒരു രസമില്ല. ചൂടുവെള്ളം വരും, ചൂടുവെള്ളം ഉണ്ട്, പക്ഷെ ചൂടുവെള്ളം തുറന്നിട്ട് നമുക്ക് ആ കറക്റ്റ് ഒരു നല്ല ടെമ്പറേച്ചർ കിട്ടില്ല. ഓക്കെ, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അപ്പൊ അതാണ് പാത്രം കഴുകുന്ന ഇഷ്ടമല്ല. ഓക്കെ, അപർണയ്ക്ക് പെട്ടെന്ന് ഇപ്പം ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു അപർണയാണല്ലോ നമ്മൾ കാണണേ. അപർണയ്ക്ക് ഒരു വേറൊരു ഫേസ് ഉണ്ടല്ലോ, അതായത് നമ്മൾ കാണാത്ത, അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ കാണാത്ത, അല്ലെങ്കിൽ പെട്ടെന്ന് ഇമോഷണലി ബ്രേക്ക് ആവുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് വിഷമം വരുന്നത് ഏത് കാര്യം, അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ എന്ത് സംഭവിക്കാൻ പോകുമ്പോഴാണ്? ഞാൻ മിണ്ടാണ്ടിരിക്കുമ്പോ ഭയങ്കര വിഷമം. എനിക്ക് സൈലന്റ് ആയിട്ട് ഒരാൾ ഇരിക്കുന്നത് തീരെ ഇഷ്ടമല്ല. അപ്പം ബട്ട് ദ തിങ് ഈസ് ലൈക്ക് ഐ ഷുഡ് വെൻ ദർ ഈസ് എ ടഫ് സിറ്റുവേഷൻ, ഞാൻ ഒരാൾക്ക് കുറച്ച് സ്പേസ് കൊടുക്കണ്ടേ. എനിക്കത് ഭയങ്കര എന്റെ ഒരു ബാഡ് ഹാബിറ്റ് ആണ് അത്. ലൈക്ക് ഞാനപ്പൊ ചിന്തിക്കും എന്തൊന്നും മിണ്ടാത്ത, എന്നോട് എന്തെങ്കിലും പറ എന്താണെങ്കിൽ എന്നോട് പറ. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കും, പറ. എന്റെ വളരെ ബാഡ് ഹാബിറ്റ് അതാണ്. അവിടെ ഞാൻ ഭയങ്കര എന്താ പറയാ, സൈലന്റ് ആയിരിക്കൂല. എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ പറഞ്ഞപ്പഴും തീർക്കണം എന്നുള്ളൊരു മെന്റാലിറ്റി ആണ് എന്റെ. പക്ഷെ എന്റെ നേരെ വിളിട്ടാണ്, എനിക്ക് എന്തെങ്കിലും മൂപ്പർ പറഞ്ഞിട്ട് ദേഷ്യമാണെങ്കിൽ എനിക്ക് എത്ര നേരം വേണമെങ്കിലും ഞാനിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തപ്പോലെ I had a bad day at work, ജോലിക്ക് പോയി എനിക്ക് എന്തെങ്കിലും ഇഷ്ടമായില്ല, ആരെങ്കിലും പറഞ്ഞ് അല്ലെങ്കിൽ സുഖമില്ലാത്ത ദിവസമാണ്, ഞാൻ ഉണ്ടാണെങ്കിൽ അമ്മന്ന് പറഞ്ഞ് വരും. അപ്പൊ 2 മിനിറ്റ് വെറുതെ വിട്ടാ മതി. പക്ഷെ പുള്ള് എനിക്കറിയാം ചൊറിഞ്ഞ് ഇങ്ങനെ എന്തായിരുന്നു മനുഷ്യൻ ഇങ്ങനെ പ്രഷർ കുക്കർ പോലെ, അത് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല കാര്യം കൂടി, ശരിക്കും എന്താ ശരിക്കും ഫീൽ ഉണ്ടാവാ, അയ്യോ ഇതിനെ എങ്ങനെ ഓഫ് ആക്കി ഇട്ടിരുന്നെങ്കിലായിരിക്കും എനിക്കറിയാം.
അയ്യോ ചില നേരത്ത് തോന്നും ഇങ്ങനെ എടുത്ത് നമ്മളെ തോർത്തൊക്കെ ഇങ്ങനെ പിഴിയില്ല അതേപോലെ ഇങ്ങനെ പിഴിയാ നല്ല രസമായിരിക്കുമല്ലോ. അയ്യോടാ ഇത് വീട്ടിൽ പോ ഇന്ന് കൊച്ചിയിലുണ്ടാവില്ലേ നിങ്ങൾ പോവല്ലോ വീട്ടിലല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആകാശിന്റെ ഏറ്റവും വലിയൊരു ഡ്രീം ഇനി നടക്കാൻ വേണ്ടി ആഗ്രഹമുള്ള അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നം? ഹി വോണ്ട് ടു ബിക്കം എ ആർട്ടിസ്റ്റ്, ഒരു സ്കൾപ്റ്റർ ആവണം. ദാറ്റ് വാസ് ഹിസ് ബിഗ്ഗസ്റ്റ് ഡ്രീം. അത് വേറെ യെസ് ഈസ് പാസ്റ്റ് ടെൻസ് അല്ല, അതാണ് മൂപ്പറുടെ ബിഗ്ഗസ്റ്റ് ഡ്രീം. ലൈക്ക് എന്ത് ലോകത്ത് എന്ത് സംഭവിച്ചാലും എന്തൊക്കെ സ്ട്രഗിൾസിലൂടെ നമ്മൾ പോയാലും ഹി വോണ്ട് ടു ബിക്കം എൻ ആർട്ടിസ്റ്റ്, ഒരു സ്കൾപ്റ്റർ ആവണം. അതാണ്. കുറച്ച് ഷോസ് ചെയ്യണം, കുറച്ച് അവിടെ ഇവിടെ ബിനാലെ അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ കുറച്ച് ഷോസ്, അതൊക്കെ ആഗ്രഹം.